അതുപോലെ ചില സാധനങ്ങളിൽ കടുകെണ്ണയാണ് ഉപയോഗിക്കുക. അല്ല കടുകെണ്ണയും കപ്പലെണ്ണയും തെറ്റ സ്ഥലം. 4 3 7 3 10 14 3 17 3 20 20 20 40 40 3 ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുന്ന. എനിക്ക് പയ്യടയോണ്ട് കുഴപ്പമില്ല. നമ്മുടെ മാങ്കോശി ഇതിനെ കവർ ചെയ്ത് ഇങ്ങനെ പോണം. ചാർലി വലുതായി, പക്ഷെ ചേട്ട വലുതായിട്ടില്ല ഇപ്പോഴും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക വിഷു ആശംസകൾ കേട്ടാ. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. വിഷുക്കാലമെത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും. ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും. വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും. ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണ്. അലുക്കിട്ട മേനിപ്പുളപ്പിന്നു പൂവൊക്കെ എത്തിച്ചൊരുക്കിക്കൊടുക്കാൻ തിടുക്കം തിടുക്കം. ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ. എൻ താലി നിൻ താലി പൂത്താലിയാടിക്കളിക്കുന്ന കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും. കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. എവിടെൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു, എവിടെൻ്റെ ദുരിതങ്ങൾ, കൊടുവേനലിൽ കത്തിയെരിയുന്ന താപങ്ങൾ, കടുമഞ്ഞിലുറയുന്ന വനരോദനങ്ങൾ, മഴ വന്നൊടിച്ചിട്ട മൃദുശാഖകൾ, സർവമെവിടെയോ മായുമ്പോൾ എവിടെ നിന്നണയുന്നു വീണ്ടുമെൻ ചുണ്ടിലും മഞ്ഞതൻ മധുരസ്മിതങ്ങൾ. തളിരിൻ്റെ തളിരായ താലി വിലാസങ്ങൾ എവിടെ നിന്നണയുന്നു. മേടവിഷു സംക്രമപ്പുലരിയോ കുളിർ കോരിയെത്തുന്നു. കണി കാണുവാൻ ഭാവി ഗുണമേകുവാൻ കുഞ്ഞു നയനങ്ങൾ എന്നെ ഓർത്തെന്നേ ഇമ പൂട്ടി ഉണരാതെ ഉണരുമ്പോഴും മിഴി തുറക്കാതെ ഇത്തിരി തുറന്നാലും ആരുമതു കാണാതെ കാണാതെ കണി കാണുവാൻ കാത്തിരിക്കുന്നിതവരുടെ ഗുണത്തിനായി. ഞാൻ മഞ്ഞയണിയുന്നു, ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി. എനിക്കാവതില്ലേ പലവർണ്ണമാകാൻ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക വിഷു ആശംസകൾ കേട്ടോ. അപ്പോൾ കാലത്തെ ഞങ്ങളുടെ കൂളിയും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഉച്ചരിഞ്ഞായി സമയം. ഉച്ചരിഞ്ഞായിപ്പോൾ അത് നമ്മുടെ കോവക്കായ കൊണ്ട് നമ്മുടെ ഒരു അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് രഞ്ജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, ആൾ കുറേ കൊല്ലങ്ങൾ ഗുജറാത്തിലായിരുന്നു. 10-31 കൊല്ലക്കാലം ഗുജറാത്തിലായിരുന്നു. ഇപ്പോൾ ഗുജറാത്തിലായിരുന്നപ്പോൾ കുറേ ഗുജറാത്ത് സരിത പ്രതി കിടക്ക് ഗുജറാത്ത് പാചകങ്ങൾ ആൾക്കറിയാം. അപ്പോൾ അതിൽ കോവയ്ക്ക് കൊണ്ട് ആൾ ഒരു പാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര രസമാണെന്ന് ടേസ്റ്റാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോവക്കായ ഇഷ്ടം പോയിട്ടുണ്ട്. പക്ഷേ മൂത്ത കോവക്കായ പഴുത്ത കോവക്കായ പാടില്ല. ഏകദേശം ഒരു ഇടത്തരം കോവക്കായ, രണ്ടിൻ്റെ ഇടയിൽ പെട്ടുള്ള കോവക്കായ വേണമെന്നാണ് ആൾ പറഞ്ഞു കൊടുത്തത്. അതൊരു 300 ഗ്രാം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സരിത കോവക്കായ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇതില് കൂടുതൽ മൂത്തനെ നമുക്ക് മാറ്റാന്നേ. നീ പൊട്ടിച്ചോ? അതെ, ഇവിടെ ചള്ളുകൾ ഇഷ്ടം പോയിട്ടുണ്ട്. ഇത് ചള്ള കണ്ട, ഇതൊക്കെ മൂക്കാത്ത ടൈപ്പ് കണ്ട, പാകാണ് കറക്റ്റ്. ഇവിടെ തല, അയ്യോ അല്ല, ആ പപ്പക്കായ ആളുകൾ പൊട്ടിക്കാൻ ഇതിലുള്ള പപ്പക്കായ ഇല്ല നോക്കി പൊട്ടിക്കാൻ കുറേ വട്ടം പറഞ്ഞത് തരുന്നത്. ഈ സൈഡ് കുയിൽ കുത്തി ഇരിക്കുന്നു കണ്ടാ.
ആ ഷോർട്സ് ഇട്ടതിൽ അത്രയ്ക്കധികം കമന്റ് വന്നിട്ടുണ്ട് പപ്പായ പപ്പായ നിങ്ങൾ കഴിക്കൂന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിനെ ചെത്തി എടുത്തിട്ട് ബാക്കിൽ കഴിക്കാൻ ഞാൻ പ്ലാൻ ഇട്ടു. വേണ്ട, അത് വല്ല വവ്വാലൊക്കെ തിന്നേണ്ടി ആണെങ്കിലോ? ഏയ് ഇങ്ങനൊന്നും വരില്ല. വെറുതെ വേണ്ട ചേട്ടാ. ഞാൻ കഴുകട്ടെ, കഴുകിട്ട് ആ സൈഡിൽ നിന്ന് ചെത്തിയോട്ടെ. ഈ സൈഡിലാണ് കൊത്തിയത് ആള്. എനിക്ക് വേണ്ട. നീ കഴിക്കണ്ട. അപ്പോൾ പൊട്ടിച്ചോ, വേഗം പൊട്ടിച്ചോ. ഇരുട്ടായി തുടങ്ങി. ചെറിയ ഇരുട്ടാവും, എന്നാലും കുഴപ്പമുണ്ടാവില്ല. പെട്ടെന്ന് കളർ മാറിയില്ലേ? ആ മഴക്കാരുണ്ട്, മഴ പോയി. ഇവിടെ ചാർലി ഇവിടെ എടുക്കണ്ടേട്ടാ. നമ്മുടെ പപ്പകായര ഈ സൈഡ് ഞാൻ ചെത്തി കളയുന്നുണ്ട്. കണ്ട കണ്ടോ എന്തൊരു ഉഗ്രം പപ്പായ സരിത. പൊട്ടിക്കണ്ടല്ലേ? ആ ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. എന്ത് പഴുത്തതാ? അല്ല ഇങ്ങനെ ഈ കുഴപ്പമുണ്ടാവും വിചാരിച്ചില്ല. ഇത് ആ പൊട്ടിക്കാൻ മറന്നു പോയി. പപ്പകായരിയാ? ആ നീ പറയാമെന്ന ഡയലോഗ് എന്തിട്ടുണ്ട് സരിത? ഞാനൊന്നും പറയാൻ വന്നില്ല. ഞാനത് വേണ്ടാന്ന് വെച്ചു. ഞാനത് വിഴുങ്ങി, മറന്നതല്ല. ഞാനീ പപ്പകായ തിന്നണ്ടാ. അത് കടാ എന്താ സാധനം. വായിലിട്ടാ അലിഞ്ഞു പോവും. അതുപോലെ പാകം. ജഗ് കഴിച്ചോക്കിയ നീ കഴിച്ചോ? അമ്മയ്ക്ക് വേണ്ടാന്ന്, ഇത് കൊത്തിയതാന്ന് പറയുന്നുണ്ട്. ജഗ്ഗു കൊത്തിയതാട്ടാ. ജഗ്ഗു നീ തിന്നണ്ടാട്ടാ. ചെലപ്പോ വവ്വാലൊന്നും നോക്കിയോ അല്ല പേയളകും. അല്ല എനിക്ക് പേയളയോണ്ട് കുഴപ്പമില്ല. അത് ഓൾറെഡി ഉള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ലോ. ചേട്ടന് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതുകളൊന്നും ഏൽക്കില്ലല്ലോ. ചാളിന്നുണ്ട്. ഞാൻ അത് മുഴുവൻ തിന്നാണ്. ഇന്നത്തെ ഭക്ഷണം കഴിഞ്ഞു സരിത. ഇന്നത്തെ ഭക്ഷണം എൻ്റെ കൂടി കഴിഞ്ഞു. അത് കുറെ കേട്ടിട്ടുണ്ട്. എന്താ ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മതി അതല്ലേ? ഏയ് കഴിഞ്ഞാ പൊട്ടിക്കല് കഴിഞ്ഞ കോവക്കായ? ഇനിയുണ്ട് ഇഷ്ടം പോലെ. അല്ല ഇനി പൊട്ടിക്കണ്ട, അത്ര മതി. 300 ഗ്രാമ വേണ്ട? അല്ല ഇതില് ചള്ള് മൂക്കാത്ത് മാത്രല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാം പൊട്ടിക്കണ്ട്. അതിന് മൂക്കാത്ത് 300 ഗ്രാം കിട്ടിയ ഭാഗ്യം. ഒരു ഇതൊക്കെ മൂത്തതാ. ചാർലി നിനക്ക് പറ്റിയതല്ലത്. നിനക്ക് പറ്റിയതല്ല ഈ കോവക്കായ, അല്ല ഈ പപ്പകായ. മനസ്സിലായ? അതാ അതിന് തിന്നാൻ പറ്റുന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. പണ്ടുള്ള ആളുകൾ ഭൂരിഭാഗം പേര് സരിത പപ്പായ കൊതിയുള്ളവരിലായിരുന്നു. അല്ലായിരുന്നു, പപ്പായ കൊതിയന്മാരായിരുന്നു. കൊതിയന്മാരും കൊതിയത്തികളായിരുന്നു. ഇപ്പോഴുള്ള തലമുറയിലുള്ളവർക്ക് ഇതൊന്നും വേണ്ട. നിതിൻ പപ്പായ തന്നില്ല. അല്ല ഇനിയിപ്പോൾ ആളുകളെ ചിലപ്പോ ഞാൻ മാത്രം ചേട്ടൻ മൂത്ത് വെച്ചോ. ഏറ്റവും വില കൂടിയ ഫേഷ്യലാണ് പപ്പായ ഫേഷ്യല്. അതെനിക്കറിയാം. നമ്മുടെ മുഖത്ത് അങ്ങനെ കുഴപ്പമില്ല. തിന്നു തോറ്റു. അത്യാവശ്യം വലിപ്പുണ്ട് ഈ പപ്പായ. പക്ഷെ കുറേ ഭാഗം നമുക്ക് കളയേണ്ടി വന്നു. ഇനി വേറെ സാധനം ഉണ്ട് കേട്ടാ തിന്നാനിട്ടതേ. മണിത്തക്കാളി. ഈ മണിത്തക്കാളീനെ നിറച്ച് കണ്ട. ഇത് പിന്നെ സരിതിക്ക് തിന്നാം. ഈ മണിത്തക്കാളി ഒക്കെ മണിത്തക്കാളി നിറച്ച് എല്ലാവരും മണിത്തക്കാളി വയ്ക്കുക കേട്ടാ. കണ്ട പൊട്ടിച്ചാണ്ട് നമ്മൾ ഇടുന്നു മണിത്തക്കാളി. എല്ലാ ദിവസവും എല്ലാ ദിവസവും പൊട്ടിക്കണം മണിത്തക്കാളി. ജഗുവിനെ മറ്റേ കുട്ടികളുടെ നാടക പരിശീലനം ഉണ്ട്. അതിന് പോയി വന്നുള്ള ജഗു 5 മണി കഴിഞ്ഞിട്ട് കാലത്ത് 10 മണി ഇട്ടിട്ടേ കണ്ട അതിൻ്റെ അടിയിലുണ്ട് നിറച്ച്. നിറച്ചില്ലേ കോവക്കായ ഇഷ്ടം പോലെ ഉണ്ട്. ബാ ഞാൻ കോവക്കായ അല്ല ഈ സാധനം പൊട്ടിക്കിട്ടറി. അയ്യോ എൻ്റെ തലടിക്കും. 102 തന്നെ. നമ്മളിട്ട ഷോർട്സ് എല്ലാവരും കണ്ടില്ലേ? ഈ സാധനം ആ മരത്തിൻ്റെ ഒരു കൊമ്പ് വീണിട്ടല്ലേ ഇങ്ങനെ മഹാഗുണീരെ കൊമ്പ് വീണിട്ട് ഇങ്ങനെ വളഞ്ഞതാ. അതിനുശേഷം എത്ര വട്ടം സുമേഷ് ഓരോ പണിക്ക് വന്നത് അവനെ ഞാൻ പറഞ്ഞ ചേട്ടനോട് ഇവിടെ നിന്ന് കട്ട് ചെയ്യുക, അല്ലാണ്ട് ഇതിനൊന്നും വർത്താൻ പറ്റില്ല. ഇത് കട്ട് ചെയ്തിട്ട് ഇതിനെ ഇവിടെ ഒരു കുത്തു കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് നമുക്ക് ഇതാക്കാന്ന് പറഞ്ഞു. നേരെ മറന്നു. ചേട്ടൻ്റെ തല കുറെ വട്ടം ഇടിക്കുന്നു. ജഗ്ഗുവിൻ്റെ തല ഇടിച്ച ആ ഷോർട്സ് അത് ഉണ്ടായി തന്നെ അന്ന് രാവിലെ ശരിക്കും അങ്ങനെ ഉണ്ടായി. എന്നിട്ട് അവൻ്റെ ജഗ്ഗുവിൻ്റെ ഇവിടെ ഇത്തിരി പൊട്ടി, ഇവിടെ ഒന്ന് ചുമന്നു, ഇവിടെ ഒന്ന് ചുമന്നു, ഇവിടെയും ചുമന്നു. ചേട്ടൻ
കുറേ ചീത്ത പറയാട്ടോ അവനെ, ശ്രദ്ധിക്കാണ്ട് നടന്നു, അങ്ങനെ ഇങ്ങനെ, ശ്രദ്ധ വേണം, കണ്ണു പോയേനെ, മറ്റേത് പറഞ്ഞത് പറഞ്ഞിട്ട് കുറേ ചീത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചീത്ത പറഞ്ഞ ഉപദേശം അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാ എൻ്റെ തല തന്നെ ഒരു 100 വട്ടം അത് പിടിച്ചിട്ടുണ്ട്. ഞാൻ ചിരിച്ച് ഞാൻ ചത്തോട്ടാ. ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പൊ തന്നെ ഷോർട്സ് ആക്കിയാലോ. ഈ കോവക്കായ തിന്നോ അല്ല ഈ മണിത്തക്കാളി പകുതി നിനക്കും പകുതി കഴുകി വായി നിറഞ്ഞു. ജഗോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് പാചകം ചെയ്യാൻ പോകുന്നത് കേട്ടോ. സിമ്പിൾ പാചകമാണ്. ഗുജറാത്തി ഇതുകള് കോവയ്ക്കാര ഒരു സാധനം. നമ്മുടെ അക്വേറിയത്തിന് മുകളിൽ കവറിങ് കിട്ടും. ഇങ്ങോട്ട് വാ. അതിൽ കുറെ കമന്റ് ഉണ്ട്. ഇതിൽ കവറിലിങ്ങനെ കോഴിക്കൂട്ടി എന്നുള്ള പൊടി ഇരുന്ന് കണ്ടാ മേലെ കവറ് ഒരു തുണ്ട് പൊടി വീഴില്ല. പിന്നെ ആ ഭാഗവും ഇത്രയ്ക്ക് ഹൈറ്റ് വരെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, മറച്ചിട്ടുണ്ട്. പോളി കാർബണേറ്റ് ഷീറ്റാ വെച്ചാണ് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ളത്. അപ്പൊ അവിടെ ഇങ്ങോട്ട് പൊടിയാവാണ്ടിരിക്കാൻ ഇത് വെച്ചാൽ അന്ന് തന്നെ. മണിത്തക്കാളി പിന്നെ വെയിലടിക്കാണ്ടിരിക്കാൻ ഷീറ്റ് ഇങ്ങോട്ട് നീട്ടി അടിച്ചു ഇവിടെ വരയ്ക്ക്. അപ്പോൾ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വെയിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൂപ്പലാവുന്നത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. പച്ച കളറായിരിക്കും വെള്ളം എന്ന് പറഞ്ഞു. അപ്പോൾ വെയിൽ ഇത്രയ്ക്ക് നീട്ടിയ കാരണം നമ്മുടെ മാങ്കോശി ഇതിനെ കവർ ചെയ്ത് ഇങ്ങനെ പോകണം. അത് പൊക്കോളും, കുഴപ്പമില്ല. ഇനി പറക്കില്ല എന്തെങ്കിലും തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ കോവക്കായ ഇതേണ്ട പഴുത്തത് കിണ്ടിട്ടാ, പഴുത്തത് എടുക്കണ്ടില്ല. ചള്ള് ഒരു ഇത് ഉരുണ്ട ടൈപ്പ് കോവക്കായ കേട്ടാ, കണ്ടാ നീളത്തുള്ള കോവക്കായല്ല. അപ്പോൾ അതൊരു 300 ഗ്രാം എടുക്കാൻ പോവാണ്. സരിത അപ്പോൾ രണ്ടിൻ്റെയും തല ചെത്തി നോക്കുകയാണ്. ചാർലിക്കൊരു പാത്രം കെട്ടിയിട്ടുണ്ട് കേട്ടാ. ചാർലി ഇവിടെ ചാർലിനെ ഇപ്പൊ പകല് പൂട്ടിയിടും. നമ്മളെങ്കിലും കാണുമ്പോ ഭയങ്കര സങ്കടം ആൾക്ക്. പക്ഷെ ചേട്ടൻ വലുതായിട്ടില്ല, അതല്ല ഉദ്ദേശിച്ചത്. ചേട്ടാ ചാർലി വലുതായി, പക്ഷെ ചേട്ടൻ വലുതായിട്ടില്ല ഇപ്പോഴും. ഇത് ഗുജറാത്തിലത്തെ അല്ലേ ചേട്ടാ? ഗുജറാത്ത് കടിച്ചെടുത്തോണ്ടോ കേട്ടാ. ഇതേ അയച്ചെന്നേക്കണ ആളില്ലേ, റെസിപ്പി ഇല്ലേ, വായിക്കാൻ തന്നെ നല്ല രസാ. ആളുടെ ഒരു ഡെഡിക്കേഷനേ. ഇത്ര കൃത്യമായിട്ട് അളവുകള് ആയിട്ട് ഒരാള് പോലും നമുക്ക് ഇതുവരെ റെസിപ്പി അയച്ചു തന്നിട്ടില്ല. ജീരകം ഇതിലിടാൻ പറഞ്ഞിട്ടുണ്ടാ. ജീരകത്തിന്റെ കടുകിന്റെ ഒക്കെ ഗ്രാമല്ല പറയണേ, എണ്ണം. എത്ര എണ്ണ കടുക്? എത്ര എണ്ണ? 50 എണ്ണം കടുക് വേണം. 300 ഗ്രാം. ആളിപ്പോ ഇത് ഉണ്ടാക്കിയപ്പോ എണ്ണി നോക്കിയിട്ടുണ്ടാവും എത്ര കടുക് എടുത്തു എന്നുള്ളത്. എണ്ണിട്ടാവും നമുക്ക് ഇട്ടേക്കണത് മെസ്സേജ്. ആള് പറഞ്ഞ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ആള് അമേരിക്കയിലാണ്. അല്ല അപ്പൊ നമ്മള് വിളിച്ചാ കിട്ടില്ലാന്ന് അവിടെ സംശയം ഉണ്ടെങ്കിൽ അല്ലേ? ഇപ്പൊ അവര് കിടന്നുറങ്ങണ സമയല്ലേ? അല്ല പെണിക്കറിയണ്ടോ? 12 മണിക്കൂർ വ്യത്യാസം വരില്ലേ? ഇപ്പൊ സമയം വൈകുന്നേരം 6:30 നമ്മുടെ സന്ധ്യാസമയം. ഏകദേശം 300 ഗ്രാം ആയിണ്ടാവോ? അല്ല 300-ന് വരെ 600 എടുത്തൂടെ? 600 എടുക്കേണ്ട ആവശ്യമില്ല. ഇതപ്പോ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാ ചേട്ടൻ തോന്നണേ. 350 ഗ്രാം അല്ല, ചപ്പാത്തിക്ക് പറ്റിയ സാധനമാണെന്നാണ് കേട്ടോ ആള് പറഞ്ഞേക്കണേ. അല്ല അപ്പം 300 അല്ല 450 ഗ്രാം എടുത്തോ, കറക്റ്റ് ആയില്ലേ? അപ്പൊ 1.5 ഇരട്ടി. എനിക്കറിയില്ല തൂക്കൊന്നും. ഞാൻ ഇതിലുള്ള ചള്ളൊക്കെ മാറ്റി വയ്ക്കാം. അതിപ്പോ ഏകദേശം എനിക്കറിയാൻ പറ്റും തൂക്കം. ചാർലിക്ക കുപ്പി കിട്ടിയത് അത് മതി കണ്ട. അയ്യോ അവിടെ കയറുണ്ട്, അതിൽ കയറുണ്ട്. അല്ലല്ല കയറെടുക്കാനാ കേട്ടാ, ഒരു കറുത്ത കയറുണ്ട്. അത് ആളെ മെയിൻ സാധനമാണത്, വലിച്ചുകൊണ്ട് നടക്കല്. അതെടുക്കാനാണ് പോയത് കണ്ടാ. വലിച്ചോ കയറ് വലിച്ചറാ. വേണ്ട, താല്പര്യമില്ല. ചെയ്യണ്ടെന്ന് പറയുന്നതേ ചെയ്യൂ, ചെയ്തു എന്ന് പറയണത് ചെയ്യില്ല. കൈ കണ്ട് എടുക്കട്ടെ മുഴുവൻ. അതന്നെ 450 ഗ്രാം എടുക്കാം. അപ്പോൾ നോക്കട്ടെ. 458 ഗ്രാമായിട്ട് നമ്മുടെ ഇതിന്റെ പാത്രത്തിന്റെ തൂക്കം. 0 ഇതെങ്ങനെ നോക്ക? ആ മൊബൈൽ എടുത്തേ തൂക്കം നോക്കണം നമ്മള്. അപ്പോൾ 450 ഗ്രാം എടുക്കാൻ വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരാളെ പൊക്കി നോക്കിയാൽ റേറ്റ് പറയില്ലേ? എത്രയുണ്ട്? 500.
500 ആയിേ ആ. ഇതിലേക്ക് അടിക്കി അതെ 500. 500 ഗ്രാം അപ്പം എത്ര ഉണ്ടാവും? 450 മതി. മതിയാ? 450 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഈ പഴുത്തതൊന്നും കളയില്ല കേട്ടാ. ഇതിൽ നന്നായി പഴുത്തതുണ്ട് കണ്ട, ഇങ്ങനെ പഴുത്തത് ഇതൊക്കെ ഉണക്കും. ബാക്കിയുള്ളതിൽ കുറേ ഒന്നും അത്രയ്ക്കാവാത്തതുണ്ട്, അതൊക്കെ നമുക്ക് ഉപ്പേരി വയ്ക്കാം. എനിക്ക് ഇതിന്റെ ഉപ്പേരി ഭയങ്കര ഇഷ്ടാട്ടാ, എത്ര കഴിച്ചാലും മതിയാവില്ല. ഒക്കെ മടുത്തു തുടങ്ങി എന്നും കോവയ്ക്കാന്ന് പറഞ്ഞിട്ട്. 8 അരിയ ജഗ്ഗു ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റ് നോക്കിട്ടെ ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ അരിയാൻ പോണു. 8 നീളത്തിൽ അരിയാം. ഞാൻ അരിഞ്ഞു തുടങ്ങി സരിതേ. ആ കുഴപ്പമില്ല, നീ അരിഞ്ഞോ. അപ്പം നമ്മുടെ കോവക്കായ ദേ നല്ല നീളത്തിൽ വളരെ മനോഹരമായി അരിഞ്ഞു കേട്ടാ. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ഇതിന്. കണ്ടാ എന്തൊരു മനോഹരമായിട്ട് അരിഞ്ഞു. ഇനി പച്ചമുളകില്ലേ, ഒരു 7 പച്ചമുളക് നമുക്ക് ചൂനിയ മുളകാണ് കിട്ടിയിട്ടുള്ളത്. നീളത്തിലുള്ള പച്ചമുളക് നീളത്തിൽ അരിയാൻ പറഞ്ഞു പോണത്. അപ്പോൾ നമുക്ക് കഴുകി വെള്ള ചൂനിയ മുളക് നീളത്തിൽ ഒരു 7 എടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ചരിയാൻ. കനം കുറച്ചരിയാണ്. കപ്പലണ്ടി എണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. കടലെണ്ണ, കപ്പലണ്ടി എണ്ണയിൽ കടലെണ്ണ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു എണ്ണം വാങ്ങിച്ചു. മന്ത്രേ ഇതേ കണ്ടത് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞു. എൻ്റെ കൈ ഞാൻ പോയി സോപ്പിട്ട് എടുക്കട്ടെ. നല്ല എരിവായിരിക്കും. അതെ. അങ്ങനെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അടുപ്പ് കത്തിക്കുന്നു. എന്നിട്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് അടുപ്പത്ത് വയ്ക്കുന്നത് കേട്ടോ. നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ എന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ചില സാധനങ്ങളിൽ കടുകെണ്ണയാണ് ഉപയോഗിക്കുക. അല്ല കടുകെണ്ണയും കപ്പലെണ്ണയും തെറ്റ സ്ഥലം. കടലെണ്ണ വേണം ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു. അതേ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇവരെ പൊട്ടിക്കാൻ പറ്റേ 4.5 ടീസ്പൂൺ 3 ടീസ്പൂണാണ്. 300 ഗ്രാമിന് 3 ടീസ്പൂൺ. ഒരു 100 ഗ്രാമിന് 1 ടീസ്പൂൺ എടുത്ത് തോന്നിട്ടില്ലേ? അതിപ്പോ എനിക്ക് ആൾക്കറിയാം. ഇതാണ് ടീസ്പൂൺ കറക്റ്റ് അളവ്. ടീസ്പൂൺ എടുത്തോന്നാ ശരി. നീ എന്തിനു പറ്റിയാണ്ട് ഇതും 1 ടീസ്പൂണും അളവ് പാത്രവും കറക്റ്റാന്ന് കൊണ്ടുവരട്ടെ നമുക്കിതൊന്ന്. അപ്പോൾ ഇത് തീന്ന് കുറയ്ക്കട്ടെ. അളവ് ടീസ്പൂൺ കൊണ്ട് അപ്പോൾ നമുക്ക് കാണാമല്ലോ കറക്റ്റ് ഏതാണെന്ന് കറക്റ്റ് എന്നറിയാലോ. ഒരു ചില്ലിൻ്റെ ബൗൾ എടുത്തോ, ബൗള്. അപ്പോൾ നമുക്ക് അളന്നൊഴിക്കാം. ആര് പറയുന്നതാണ് ശരി എന്നറിയാലോ നമുക്ക്. ഇതേ കടലെണ്ണ പൊട്ടിക്കാൻ പോണ്. ഇതാണ് 1 ടീസ്പൂൺ ട്ടാ. ഇത് എൻ്റെ കയ്യിലത്തെ ടീസ്പൂൺ കേട്ടാ. ഇതെൻ്റെ തുമ്പൊന്നും മുറിച്ചേ കൈ മുറിക്കിയത് മതി. എന്തിന് ഇത്ര ഗതിയാൻ മുറിക്കിട്ട് ഇതിലേക്ക് നിറക്കിയാൽ മതിയാണ്. ഈ അളവ് ടീസ്പൂൺ വേണമെന്നല്ലേ. ഇങ്ങോട്ട് പൊക്ക്. ഇത് പൊക്ക്. ഏത് ടീസ്പൂൺ മുകളിലേക്ക് പൊക്ക്. എനിക്ക് ഇത്രക്ക് പൊക്കറി എനിക്ക് താത്താൻ പറ്റില്ല. കറക്റ്റ് ആയില്ലേ? ഇനി ഇതിലേക്ക് ഒഴിച്ചാ ആ സാധനം ഇതിലേക്ക് ഒഴിച്ചാ ഒഴുക്കി കണ്ട കറക്റ്റാണ്. കണ്ടാ 1 ടീസ്പൂണാണ് ഇത് നമ്മുടെ. ചേട്ടൻ വിജയിച്ചിരിക്കുന്നു. ഇതിലേക്ക് ഒഴിക്കാം. വേണ്ട അതിലേക്ക് ഒഴിക്കാം. അതെടുക്ക്. ഏത് ആ പാത്രം അല്ല ഇതായിരിക്കും ഒഴിച്ചാ. അതെ പിടിച്ചോ, ഇത് പിടിച്ചോ. എന്താ ചേട്ടൻ ജയിച്ചു. ഒന്ന് പൊക്കി പിടിച്ചേ. അയ്യോ നല്ല അളവായി. അത് ഇതിന്ന് ഒഴിക്കുന്ന ആരാണ് 2. അത് അതിനേക്കാളും നന്നായി. ഇതിപ്പോ എത്ര സ്പൂണായി? 3.5 ഉണ്ടാവും. 1 ടീസ്പൂൺ മതി. അല്ല 1 ടീസ്പൂൺ ഒഴിക്കണം. 4 ടീസ്പൂൺ ഒഴിക്കണം. 4 സ്പൂണായി ഉണ്ടാവും. കറക്റ്റ്. അളവൊക്കെ തെറ്റി. ഇതിലിരിക്കോ സരിത? ഇരിക്കൂല്ലേ? നല്ല മണം അതിൻ്റെ. കണ്ടോ കപ്പലണ്ടീരെ മണം തന്നെ. എണ്ണ ചൂടാകുമ്പോ ഇതേ ഇവിടെ ഹാൻഡ് വാഷ് ഇരിക്കണം. കൈ കഴുകും. മേത്താക്കാം. അതാ അത് മേൽതാക്കിയോ? പിന്നെ മേലുതച്ചോ. ഊമ്പ് വരില്ലല്ലോ. ഇനി എന്തൊരു ചെയ്യാ? ആദ്യം കടലെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോ കടുകും ജീരകം ഇട്ട് പൊട്ടിക്കണം. അരിഞ്ഞിരിക്കുന്ന കടുക് നമുക്കിരുന്ന് 50 കടുകും 75 കടുകും 75 ജീരകം വേണം. അതൊരു ആളൊരു ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട്. 5 ഗ്രാം പോരാ. 75 കടുകാണത്. 75 എണ്ണം ഉണ്ട്. 75 എണ്ണം കടുക് ഇട്ടു കേട്ടാ.
അത് 75 കടുകില്ലേ? ആരാ പറഞ്ഞത്? എനിക്ക് ഇതൊക്കെ ഒറ്റടിക്ക് അറിയാൻ പറ്റും. നേരത്തെ മറ്റേ ടീസ്പൂണ് കറക്റ്റ് അയച്ചിട്ട് ഇത് കറക്റ്റ് ആവണമെന്നില്ല ചേട്ടാ. 4, 3, 7, 3, 10, 4, 3, 17, 3, 20, 20, 20, 40, 40, 30, ചൂടായിട്ടുണ്ടായിരുന്നില്ല. അത് കുഴപ്പമില്ല. ഇതിലെ 10, 80 കടുക് അല്ല 80 അല്ല 90ഓളം ഉണ്ട്. അത് കടുക് പൊട്ടണു. മഴ പെയ്യോ രാത്രി? കടുക് പൊട്ടി കഴിഞ്ഞു. ജീരകം ഇടണം. ഇനി കോവക്കായ ഇടാനാ പറഞ്ഞു. കരിയണു വേഗം. കോവക്കായ ഇടാട്ടാ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ സരിത. ഞാൻ പച്ചമുളക് ഇരിക്കുന്നു. പച്ചമുളക് ഇട്ടൊരുക്കി. പച്ചമുളക് ഇടുന്നു കേട്ടോ. മൂടി കൊണ്ട് അടയ്ക്കാൻ മറക്കരുത്. അതെ. തീ കുറച്ചോ. 6 മുതൽ 8 മിനിറ്റ് വരെ ചെറുതീയിൽ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്. ചെറുതീയിൽ വയ്ക്കണം. 6 മുതൽ. ഉപ്പിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടില്ല. കരിഞ്ഞു പിടിക്കാൻ സാധ്യതയില്ല. ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് കാണാറുണ്ട്. നോക്ക് വെന്തോന്ന് നോക്കാൻ. പിന്നെ ചേട്ടനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. വേവുമ്പോഴാണ് ഒരു നുള്ളു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിലിട്ടിട്ട് 2 മിനിറ്റ് വീണ്ടും വേവിക്കണം. എന്നിട്ട് ഉപ്പ് എപ്പോഴാ? ഉപ്പ് ഇടാറായിട്ടില്ല. ക്ഷമിക്ക്. ഇപ്പൊ ഉപ്പിട്ടല്ല പിടിക്കുക. ഉപ്പ് അങ്ങനെയില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം നമുക്ക് ചെയ്താൽ മതി. ഓക്കെ. തീ നീ കുറയ്ക്കണ. തീ ഇത്രയ്ക്ക് ഇരുന്നോട്ടെ. ഇടയ്ക്ക് ഇളക്കിയാൽ മതി. 5-6 മിനിറ്റ് വേണം. ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നമുക്ക്. എൻ്റെ അമ്മേ, സാധനം കൂടി ഉണ്ടാക്കിയത് ചേട്ടാ. നല്ല പച്ചപ്പുണ്ടല്ലേ സാധനം. ഇതിനെ ഗുജറാത്തി ഭാഷയിൽ കൂട്ടാനെ തിണ്ടോറ നൂഷാക്ക്. ഗുജറാത്തി ഭാഷയിൽ ടിൻഡോറ നൂഷാക്ക്. രഞ്ജൻ വർഗീസ്, ലോസ് ആഞ്ചൽസ്, USA ആണ് അയച്ചത്. സ്നേഹം നിറഞ്ഞ അജുവിന് നിങ്ങളുടെ വീഡിയോ ഞാൻ ഇടയ്ക്ക് ഇട്ട കമൻറ്റിൽ പറഞ്ഞപ്പോൾ ഗുജറാത്തി പാചകരീതി ഞാൻ അയച്ചിരുന്നത് ദയവായി ചെയ്യുക. 33.5 വർഷക്കാലം അവിടെ ജോലി ചെയ്ത് കഴിച്ച ഭക്ഷണത്തിൻ്റെ രീതിയും രുചിയുടെയും അറിവാണ് ഞാൻ ഇതിൽ പകരുന്നത്. മുൻ റെയിൽവേ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഞാൻ. ആലപ്പുഴക്കാരനാന്ന് പറഞ്ഞിട്ട് ആലപ്പുഴക്കാർ പറയുന്നത് കൂട്ടാനെന്നാണെന്ന്. അതിൻ്റെ അർത്ഥം പറഞ്ഞേട്ടാ. ടിൻഡോറ എന്ന് പറഞ്ഞാൽ കോവയ്ക്ക. ഷാക്ക് എന്ന് പറഞ്ഞ കറി, കോവയ്ക്ക കറി. അതാണ് പറയുന്നത് പരിപാടി. 8 മിനിറ്റ് അല്ലേ? 6 മുതൽ. ഇതിപ്പോൾ എത്ര മിനിറ്റ് ആയിട്ടുണ്ടാവും? 4 മിനിറ്റ് ആയിട്ടുണ്ടാവും. 6 മുതൽ 8 മിനിറ്റ് വരെ. ഒരു 5-8 മിനിറ്റ് ആയിട്ടാ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇളക്കി തരിക. ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയോ വേണ്ടതെന്ന് പറഞ്ഞാൽ 5 ഗ്രാമാണ് വേണ്ടത്. 5 എന്ന് പറഞ്ഞാൽ 6 ഗ്രാമോളം വേണ്ടി വരും. അത് നോക്കണമെന്ന്. എന്ത് വെയിറ്റാ? മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടി കേട്ടോ. ഇത്തിരി. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടുണ്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കേട്ടോ. ഇളക്ക 2 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. ഒരു മണം വരുന്നില്ല. ജീരകത്തിൻ്റെ മണം വരുന്നുണ്ട് ചെറുതായിട്ട്. ചെറുനാരങ്ങ വേണ്ടി വരും കേട്ടോ നമുക്ക്. 3 മിനിറ്റ് ആയിട്ടാ. 3 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അത്ര മതിയാവും. ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഇത് അരമുറി പുളി കൂടുതലാവും ചേട്ടാ നമ്മുടെ ചെറുനാരങ്ങയ്ക്ക്. ഒരു പൊട്ടുകൊണ്ട് വയ്ക്കണേ. 2 തുള്ളി പുളി കൂടും. അല്ല അപ്പോൾ അത് വേണ്ട. ഇനി കായപ്പൊടി. കായപ്പൊടി കഴിഞ്ഞിട്ട് അറിയോ? കൈ കാണിക്കുക ചേട്ടന്. കയ്യിലേക്കിടാം. ഇത് മതിയാവും. സ്വല്പം ഇട്ട്. ഇത് പൊട്ട് കായപ്പൊടി ഇട്ടാ. കായപ്പൊടി, ഉപ്പും. ഇനി ഉപ്പ്. ഒരു സ്വല്പം ഉപ്പ് കൂടി വേണം. ഇനി 2-3-4 ടീസ്പൂൺ വെള്ളം വേണ്ടേ? എത്ര മിനിറ്റിന് ശേഷം വെള്ളം ഒഴിക്കാൻ പറഞ്ഞോളത്? ഇപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് 2 മിനിറ്റ് കൂടി അടച്ച് വേവിക്കണം. തീ കൂടുതലാന്ന് തോന്നുന്നു. തുമ്മാനായിട്ട് കുറെ സമയം നിൽക്കണത്. എന്ത് പോകെ പോയേ. ആ മാങ്കോസ്റ്റി മറച്ചിട്ടാണ്. ആ മീനുകൾ പേടിപ്പിക്കണ്ട. വെള്ളം ഒഴിക്കി. നീ 2-3-4 ടീസ്പൂൺ വെള്ളം ഒഴിക്കണം കേട്ടോ. അതിലിപ്പോൾ കാണിക്കുന്നു വേണ്ട. അധികം വേണ്ട വെള്ളം. 1, 2 ചേട്ടാ സമാധാനമായിട്ട് ഒഴിക്കും. സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ മൂടി വയ്ക്കണ്ട പറഞ്ഞോണത്. വെള്ളം വറ്റണ വരെ ഇളക്കണം. വെള്ളം വറ്റുന്ന വരെ ഇളക്കണം. പിന്നെ ഇനി ഒന്നും ചേർക്കാനില്ലല്ലോ. ഇനി ഒന്നും ചേർക്കാനില്ല. ഇനി ഉപ്പ് പാകത്തിനുള്ള നോക്കണം. എന്തായാലും പ്രത്യേകത ഉണ്ടാവും ഈ കൂട്ടാൻ. അതെനിക്ക് പറയാം. അതിനിട്ട് ഇളക്കി അടച്ച് വെച്ച് പാകില്ല. ഇനി അടച്ച് വയ്ക്കണേ. വെള്ളം വറ്റുന്നത് വരെ ഇളക്കി അടച്ച് വേവിക്കുക. വെള്ളം വറ്റിക്കൊണ്ടിരിക്കണോ.
ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഞാൻ അടച്ചു വയ്ക്കാം. എരിവുണ്ട് കേട്ടാ. ഇല്ല എരിവില്ലേ, പുളിയില്ലേ, ഉപ്പില്ലേ? പുളിയുണ്ട്, ഉപ്പ് ഉണ്ട്, നല്ല രസമുണ്ട്. ഉപ്പുണ്ട്, അതിലൂടെയും ചേർക്കണം ഉപ്പ്. ഒരു പൊട്ട് വേണമെങ്കിൽ ചേർക്കാം, പുളിക്ക് മുന്നിലേക്ക് ഉണ്ട്. പുളി അതും കൂടി വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു പൊട്ട് പൂണി ചേർക്കാം, ഒരു പൊട്ട് ഉപ്പ് കൂടെ ചേർക്കാം. ഇത് വേറെ ചേട്ടാ പിടിച്ചു തിന്നു അല്ലേ? തെറ്റൊന്നും വരാണ്ടല്ലോ ചേട്ടാ. ഇപ്പം ശരിക്കും തളർന്നു തുടങ്ങിയിട്ടാളെ കഴിഞ്ഞു പരിപാടി. അപ്പോൾ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാട്ടെ. നമ്മുടെ ഇതായിട്ടുണ്ട്, ഒരു 3-4 മിനിറ്റായി, കൂട്ടാൻ പാകമായി. ഇത് ആ പ്ലേറ്റിലേക്ക് തട്ടിയല്ലോ, അങ്ങനെ നീക്കി കഴിക്കാൻ ഒരു കുഴപ്പമില്ല. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാന്ന് പറഞ്ഞാൽ മതി. ചാർലി ഇവിടെ കിടക്കുന്നുണ്ട്. ചാർലിക്ക് പറ്റിയ കൂട്ടാണല്ലോ അത്. ചാർലിയെ നിനക്ക് പറ്റിയതല്ല. ഒരു മിനിറ്റ് നമുക്ക് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാം. ചൂടാറട്ടെ. അപ്പോൾ നമ്മുടെ കോവക്കായ എന്തുട്ടാ അതിൻ്റെ പേര് പറഞ്ഞേ? തണ്ടു. ആ കഴിക്കാനായിട്ടാ. കഴിക്ക്. നീ നേരത്തെ എടുത്ത് കഴിക്കണ്ടായിരുന്നല്ലോ. ഒരു പുളിയുണ്ട് കോവക്കായ്ക്ക്, അല്ലാണ്ട് തന്നെ ഒരു ചെറിയ പുളി ഉണ്ടല്ലോ. എരിവ് ഒരു തരി കൂടുതലാ. നമ്മുടെ മുളക് പൊടി എരിവ് കൂടുതലാ, നമ്മുടെ ചൂനിയ മുളകും എരിവ് കൂടുതലാ. മുളകും എരിവുള്ളതാ. പക്ഷെ നല്ല രസമുണ്ട്, കുഴപ്പമില്ല കേട്ടാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചപ്പാത്തി കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കുമ്പോൾ രസം ഉണ്ടാവും. ചപ്പാത്തി ഇങ്ങനെ ഇത്രയ്ക്ക് ഇങ്ങനെ എടുത്തിട്ടേ അതിൻ്റെ ഇടയിൽ വെച്ച് കഴിക്കുമ്പോൾ നല്ല കൂട്ടാനാണ്. നമ്മുടെ ചാർലി ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ മൂത്തിക്ക് നോക്കിയിരിക്കുക. അപ്പോൾ ചാർലി കഴിക്കുമെന്ന് അറിയില്ല, നോക്കിയോട്ടെ. ഇത്തിരി ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി. കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ പോരെ. ചാർലി ഇങ്ങോട്ട് എൻ്റെ അമ്മേ, നോക്കിയേ കോവക്കായ കൂട്ടം കഴിക്കുന്ന നോക്കി സെക്കൻഡുകൾ വേണ്ടിയൊന്നുമില്ല ചാർലിക്ക് കഴിക്കാൻ. അതെ, കോവക്കായ കഴിക്കുന്ന ചാർലി ഞാൻ പറഞ്ഞില്ലേ സാമ്പാറിലത്തെ വെണ്ടക്കായും കുമ്പളങ്ങയും ഒക്കെ കഴിക്കും. ചാർലിക്ക് പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുള്ള കൂട്ടാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. അപ്പം മൂക്കാത്ത ചള്ള് കോവയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് അല്ലേ? മൂത്ത് ടേസ്റ്റ് ഉണ്ട് ആദ്യം. അപ്പോൾ നമ്മുടെ കോവക്കായ കൂട്ടാൻ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ രഞ്ജൻ ചേട്ടന് വളരെ നന്ദി ഈ കൂട്ടാൻ നമുക്ക് പറഞ്ഞു തന്നതിന്. അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കിയാണല്ലോ, നല്ല ടേസ്റ്റാണ് സാധനം. അപ്പോൾ നമുക്ക് നിർത്താം. രാത്രി കുറേ സമയമായി. ഇപ്പോൾ അടുത്ത വീഡിയോയിലാണ്. നന്ദി, നമസ്കാരം.